നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പിന്നണി ഗാനരംഗത്ത് തനതായ ശബ്ദവും ഇടവും കണ്ടെത്തിയ ശ്വേത മലയാളം വിട്ട് മറ്റ് ഭാഷകളിലേക്ക് ചേക്കേറുകയാണ്. ശ്വേതയുടെ വിശേഷങ്ങൾ ഈ എപ്പിസോഡിലും പങ്കുവെക്കാം. ഏകാന്തത ഒരുപക്ഷെ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കളിക്കാനും അടിക്കാനും അല്ലേ ഒരാളുണ്ടാകാത്തതിൻ്റെ ഒരു വിഷമം. ഷെയർ ചെയ്യാൻ, അതായത് ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ്. സുഖിയൊക്കെ മാറ്റിക്കളയും ഒരു ചേട്ടനുണ്ടെങ്കിൽ, കളിയാക്കി കൊന്ന്. പക്ഷെ എന്റെ കസിൻസ് ഒക്കെ അതിന് കോമ്പൻസേറ്റ് ചെയ്ത് ഒരാളെ കൂടെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി. എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം പ്രോഗ്രാം അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്ക് ഔട്ടായിട്ടൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്തായിരിക്കും? It's not a difficult question, but I think the first one might be quite a difficult question. But anyway, Vrida sir, thank you for having me as a guest on my Dear Sisters. When she's there in front of you, kudal drill eradu, I will hold you against it. I hope you all have fun, and Tirchadam, I'm looking forward to working with my sister always, and always. Thank you. അതാണ് എന്റെ ചേട്ടൻ. ഒരു സഹോദരനെ കിട്ടാത്ത വിടവും ഞാനിപ്പോ നേരത്തെ നിന്ന് കണ്ട ഞാൻ കൊണ്ടുവന്നില്ല ആ സമയത്ത്. അതെ, കറക്റ്റ് ആയിട്ട്. പക്ഷെ മൂപ്പർ ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചേ? വർക്ക് ചെയ്യാത്ത സമയത്ത് എന്താണ് ഫ്രീക്ക് ഔട്ട്, എങ്ങനെ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഫ്രണ്ട്സിന്റെ കൂടെ ചുമ്മാ ജോളി ആയിട്ടിരിക്കുക. എനിക്ക് എപ്പോഴും അധികമായിട്ടൊരു എക്സ്ട്രീംസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് കൂടുതൽ ചിരിക്കുക, അല്ലെങ്കിൽ അടിച്ച് പൊളിക്കുക, സ്ക്രീം ചെയ്യുക, ഡാൻസ് ചെയ്യുക, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. തൊണ്ട സൂക്ഷിച്ച് സോ അതൊന്നും നോക്കാതെ ചുമ്മാ ഫ്രീക്ക് ഔട്ട് ചെയ്യുക. അതായത് ഒരു ഗായികയാണ്, ആ ഗായികയ്ക്ക് വേണ്ടിയുള്ള അച്ചടക്കം, ചിട്ട, ശബ്ദത്തിന്റെ പരിരക്ഷ, ഇങ്ങനെയൊന്നും കാണാതെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, എവിടെയെങ്കിലും പോവുക, മഞ്ഞെടുത്ത് കളിക്കുക, ഐസ് എടുത്ത് എറിയുക, ഇതൊക്കെയല്ലേ ഒരവസരം നമുക്ക് ശ്വേതയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ കൂടെ പോവുക. മഴയിൽ നനയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഓനൊന്നും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ചെയ്യാം, പക്ഷെ നനയാൻ തുടങ്ങുമ്പോൾ ആലോചിക്കും മറ്റന്നാള് സ്റ്റേജ് ഷോ ഉണ്ട്. ശ്വേത മനസ്സിന്റെ ഒരു വികാരത്തെയാണ് ശ്വേത എന്താ പറയണ്ടേ, ഒരു കവിതയായിട്ടോ അല്ലെങ്കിൽ ഒരു പാട്ടായിട്ടോ എഴുതിയത്. പക്ഷെ അത് അശ്വന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരിക്കണു. അതെ, ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിലൂടെ ശ്വേത ശ്രദ്ധിക്കപ്പെട്ടു. മലയാള സിനിമയുടെ പിന്നണി ഗാനരംഗത്തേക്ക് ഒരു പുതിയ പ്രതിഭ ഉദിച്ചുയർന്നതായിട്ട് ആൾക്കാർ കണ്ടെത്തി. ഈ പാട്ടിന് ശേഷം ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പാട്ടുകൾ ശ്വേതയ്ക്ക് വന്നു. വേണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടുവരാം. ഹലോ, ഗുഡ് ഈവനിങ് ശ്വേത. എൻ്റെ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തു, ഒരു ഫീമെയിൽ സോളോ. സംവിധായകന് ഈ ഗാനം ആലപിക്കാൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ശ്വേതയുടെ അമ്മയായ സുജാത, മറ്റൊന്ന് ശ്വേത. എൻ്റെ അടുത്ത് റിക്വസ്റ്റ് വയ്ക്കുകയാണ്, ഔസേപ്പച്ചന് ആരെ വേണമെങ്കിൽ പാടിച്ചോളൂ എന്ന്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ പാട്ട് പാടിയാൽ പാടുന്ന ആൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഇത് ഞാൻ സുജാതയുടെ അടുത്ത് പറയേയില്ല. ഞാൻ ശ്വേതയോട് മാത്രമാണ് റിക്വസ്റ്റ്. ചോദ്യം ശ്വേതയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ പാട്ട് ശ്വേത പാടണോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് പാടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും ഒരു ഉത്തരം ശ്വേത പറയാം. അമേസിംഗ് ക്വസ്റ്റ്യൻ. ഔസേപ്പ് അങ്കിൾ നമസ്കാരം. തീർച്ചയായിട്ടും അമ്മ പാടണം. കാരണം അമ്മയ്ക്ക് നാഷണൽ അവാർഡ് ട്രൂലി ഡിസേർവിംഗ് ആണ്. നമ്മൾ കുറേ വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് നടക്കുന്ന സംഭവമാണത്. സോ തീർച്ചയായിട്ടും അമ്മ പാടണം നാഷണൽ അവാർഡ് കിട്ടുകയാണെങ്കിൽ. ശരിക്കും സത്യമായിട്ടും ഈ ചോദ്യം അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്ത് പറയും? അമ്മ എനിക്ക് വേണമെന്നേ പറയുള്ളൂ. എല്ലാം സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കും.